പറയാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. എന്താ അത് ചെയ്യാത്തത്? അപ്പോഴേക്കും തടസ്സങ്ങൾ വരികയല്ലേ, അതൊക്കെ ഒഴിവാക്കണ്ടേ? ഓഹോ, കല്യാണം ഞാൻ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. അടുത്തതിന് ഒരിത്തിരി സാവകാശം എന്താ? പോടാ. നീ ചെവിയിൽ നുള്ളിക്കോ. ഞാൻ ഇടുന്ന സകല ഡ്രസ്സും നീ അലക്കി തേച്ചുകൊണ്ട് വന്നെന്റെ മുന്നിൽ വെച്ച് നടന്നത് തന്നെ. ഒന്നെങ്കിൽ നീ ഒരു മനോരോഗിയ, അല്ലെങ്കിൽ സ്വപ്നലോകത്ത് മാത്രം ജീവിക്കുന്ന ചിത്തഭ്രമക്കാരൻ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നീ മണ്ടം കളിക്കോ. അല്ല, രണ്ടായാലും എനിക്ക് വിരോധമൊന്നുമില്ല. നിന്റെ ഭാര്യ പോയിട്ട് വേറൊരു പരിചയക്കാരിയാവാൻ പോലും ഞാൻ തയ്യാറല്ല. അതിനെനിക്ക് താല്പര്യവും ഇല്ല. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കുകയില്ല. താല്പര്യമൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. അതിന് കുറച്ച് ബുദ്ധിമുട്ടും. സിദ്ധുവിന്റെ കല്യാണം മുടക്കാൻ പറ്റുമെങ്കിലാണോ നിന്നെ കെട്ടാൻ എത്ര ബുദ്ധിമുട്ട്? എന്റെ ഡ്രസ്സ് നീ അലക്കും, എന്റെ അമ്മയുടെ ഡ്രസ്സ് നീ അലക്കും. നോക്കിക്കോ. അങ്ങനൊരു ഗതികേട് എനിക്ക് വന്നോ, തല മുണ്ടനം ചെയ്ത് ചന്ദനം വാരിപ്പൂശി ഞാൻ കാശിക്ക് പോകും. എന്നിട്ട് ഗംഗയുടെ തീരത്ത് ആത്മബലിയിട്ട് അതിലെ ചാടി മരിക്കും. എന്നാ ചന്ദനം വാങ്ങി വെച്ചു, ഉടനെ അതിന്റെ ആവശ്യം. ഓ ആയിക്കോട്ടെ, വഴിന്ന് മാറ്. ഭാവി ഭാര്യയ്ക്ക് പോകാൻ ഇപ്പോഴേ വഴി മാറി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പോയിക്കോ.